ഒരിക്കൽ ഗൾഫിൽ നിന്ന് ഒരു ദമ്പതികൾ അവരുടെ ചെറിയ കുട്ടിയെയും കൊണ്ട് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടി കരയുന്ന സമയത്ത് കുട്ടിയുടെ നിറം നീലയായിട്ട് മാറും. പ്രത്യേകിച്ച് ചുണ്ട്, ചെവി, വിരലുകളുടെ അറ്റം ഇതൊക്കെ നീല നിറത്തിൽ കാണപ്പെടും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇത് ബ്ലൂ ബേബി സിൻഡ്രോം എന്ന് പറയുന്നതാണ്. പക്ഷേ ഇവർക്ക് ഇതിന്റെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അതും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇത് ശരീരത്തിലെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നതിന്റെ ലക്ഷണമാണ്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, കുട്ടിക്ക് ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കുറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, സാധാരണഗതിയിൽ ഹൃദയത്തിൽ എന്തെങ്കിലും ജന്മനായുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് ഇടതുവശത്ത് ശുദ്ധരക്തം, വലതുവശത്ത് അശുദ്ധ രക്തമാണ്. എന്ന് വെച്ചാൽ ഓക്സിജൻ കുറഞ്ഞ രക്തമാണ്. സാധാരണഗതിയിൽ ഇത് രണ്ടും മിക്സ് ചെയ്യില്ല. ഇത് മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിന്റെ നടുവിൽ ഒരു വലിയൊരു ഭിത്തിയുണ്ട്. പലപ്പോഴും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ജന്മന ഈ ഭിത്തിക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ ഹൃദയത്തിൽ തന്നെ ശുദ്ധരക്തം പോകുന്ന രക്തക്കോയിലുകളും ചീത്തരക്തം പോകുന്ന രക്തക്കോയിലുകളും തമ്മിലുള്ള കണക്ഷനുകളുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴേ ചീത്തരക്തവും ശുദ്ധരക്തവും മിക്സായി ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം ചീത്തരക്തമായിട്ട് മാറും. ഇതാണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്. ഇത് കുറച്ച് ഗൗരവമുള്ള പ്രശ്നമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. കൃത്യമായ സമയത്ത് കൃത്യം ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ കുട്ടിയുടെ ഭാവി ജീവിതം വളരെ പ്രശ്നത്തിലേക്ക്, ചിലപ്പോൾ ആയുസ്സിനെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്.